സുന്ദരികൾ കർണാടക സ്റ്റേറ്റിൽ പോകുന്നോ? കർണാടകയിലേക്ക് സ്റ്റഡി ടൂർ എന്നാ പറഞ്ഞത്. കർണാടക സ്റ്റേറ്റിലേക്ക് നമ്മുടെ കോളേജിൽ നിന്നും സ്റ്റഡി ടൂറുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ലല്ലോ. പിന്നെന്തിനാ അവർ സ്റ്റഡി ടൂർ പോവാണെന്ന് പറഞ്ഞത്? സ്റ്റഡി ടൂറിന്റെ പേരും പറഞ്ഞ് കർണാടകയിൽ കറങ്ങിയടിച്ച് നടക്കേണ്ട പരിപാടിയായിരിക്കും. അവര് ട്രിപ്പ് ഫിക്സ് ചെയ്തെന്ന് ഉറപ്പാണോ? അനന്യ ഫോണിൽ അവളുടെ അമ്മയോട് സ്റ്റഡി ടൂറിന് പോയേ പറ്റുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. നാളെയാണ് യാത്ര. നാളെ എപ്പോഴാ യാത്ര? രാവിലെ. അലീനെ, 5 സുന്ദരികളുടെ ഈ ടൂർ പൊളിക്കണ്ടേ? അവർ ടൂർ പോകരുത്. 5 എണ്ണത്തിനെയും ടൂർ പോകാൻ കഴിയാത്ത അവസ്ഥയിലാക്കണം. രുദ്രനെ വിളിച്ച് നമുക്ക് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്താലോ? രുദ്രനെ അറിയിച്ചാൽ അയാൾ കർണാടകയിലിട്ട് 5 എണ്ണത്തിന് ശരിപ്പെടുത്തും. അയാൾക്ക് അവിടെ ആളുകളും ഉണ്ടാവും. നോ, 5 സുന്ദരികളെ ഒതുക്കാൻ ഇനി രുദ്രനെ വിളിച്ചു പറഞ്ഞ് നിരാശപ്പെടാൻ ഞാനില്ല. രുദ്രനെ സഹായിക്കാൻ നമ്മളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവസാനം പരിപാടി പൊളിയുന്നതാ കണ്ടത്. 5 സുന്ദരികളെ എന്തെങ്കിലും ചെയ്യാൻ അയാളെ കൊണ്ട് കഴിയില്ല. കഴിയുമായിരുന്നെങ്കിലേ അതിന് എത്രയോ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. വല്ലതും നടന്നോ? അതുകൊണ്ട് എനിക്ക് ഈ രുദ്രനിൽ ഒരു വിശ്വാസവും ഇല്ല. വെറുതെ തള്ളു മാത്രമേ ഉള്ളൂ. ഒരു കാര്യവും നടക്കില്ല. 5 സുന്ദരികളെ ഒന്നും ചെയ്യേണ്ടെന്നാണോ നീ പറയുന്നത്? അവർ കർണാടകയിലേക്ക് പോകുമ്പോഴല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്? അവരുടെ യാത്ര പൊളിച്ചാ പോരെ. അവര് നാളെ യാത്ര പോവില്ല. അവരുടെ യാത്ര അവര് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിനെ എങ്ങനെ പൊളിക്കും? കർണാടകത്തിലേക്കല്ലേ യാത്ര. അവിടെ ചുറ്റിയടിക്കാൻ പോകുന്നതിന് പകരം 5 സുന്ദരികൾ മറ്റൊരു സ്ഥലത്തേക്കാ പോകാൻ പോകുന്നത്. മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ യാത്രയ്ക്ക് ഞാൻ അവരെ വിടില്ല. ഒരാഴ്ച എവിടെയും പോവാനാവാതെ മറ്റൊരു സ്ഥലത്ത് 5 പേരെ ഞാൻ എത്തിക്കും. രുദ്രന് കൊട്ടേഷൻ കൊടുക്കാതെ നീ 5 സുന്ദരികളെ തനിച്ച് എന്ത് ചെയ്യാൻ പോവാ? നാളെ രാവിലെയല്ലേ അവര് യാത്ര പോവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കും. 3 റോസസിന്റെ സമ്മാനം. എല്ലാരും ഉറക്കാവട്ടെ. അപ്പോഴാ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. അവളുമാരുടെ വണ്ടിക്ക് നല്ലൊരു പണി കൊടുക്കണം. അമ്പിളി എവിടെയാണെന്ന് നോക്കടി. അമ്പിളി നല്ല ഉറക്കത്തിലാണല്ലോ. കൊള്ളാം, നല്ല സെക്യൂരിറ്റി. പാതിരാത്രി ഉറങ്ങാനാണെങ്കിൽ ഇവിടെ സെക്യൂരിറ്റി എന്തിനാ? അതിപ്പം നമ്മുടെ വിഷയമല്ലല്ലോ. അമ്പിളി അറിയാതെ 5 സുന്ദരികളുടെ വണ്ടി കേടാക്കണം. വാ. ആ വീഡിയോ എടുക്ക്. ഇപ്പൊ എടുത്തുതരാം. നോക്ക്. അലീനെ, ഇതുപോലെ ചെയ്താ ഈ വണ്ടിക്ക് പണി കിട്ടോ? വണ്ടിക്ക് പണി കൊടുക്കാനുള്ള വീഡിയോ അല്ലേ ഇത്? നീ ഒന്നുകൂടെ പ്ലേ ചെയ്തേ. ഓക്കെ, നിങ്ങൾ അമ്പിളിയെ നോക്ക്. വണ്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. ഓക്കെ, ഇതാ ടൂൾസ് ചെയ്താ. ഓക്കെ ഓക്കെ.